ഡിജിറ്റൽ സർവകലാശാലയിലും സാങ്കേതിക സർവകലാശാലയിലും താൽപ്പര്യമുള്ള പേരുകൾ VC സ്ഥാനത്തേക്ക് മുഖ്യമന്ത്രിയും ഗവർണറും നിർദ്ദേശിച്ചതാണ് പ്രതിസന്ധിയായത്. ഇത് സമവായത്തിലൂടെ പരിഹരിക്കാനാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. എന്നാൽ സുപ്രീം കോടതിയുടെ ഇടപെടലിലും ഫലമുണ്ടായില്ല. ഗവർണറുമായി സമവായ ചർച്ച നടത്താൻ തീരുമാനിച്ചത് മുഖ്യമന്ത്രിയായിരുന്നു. മന്ത്രിമാരായ P രാജീവിനെയും R ബിന്ദുവിനെയും രാവിലെ 9:30 ലോക് ഭവനിലേക്ക് അയച്ചു. 1.25 മണിക്കൂർ നീണ്ട ചർച്ചയിൽ VC നിയമനത്തിന് നൽകിയ പട്ടികയുടെ കാര്യത്തിൽ ഗവർണറും സംസ്ഥാന സർക്കാരും ഉറച്ചുനിന്നു. ചാൻസലർക്കുള്ള അധികാരപ്രകാരമാണ് പേരുകൾ നിർദ്ദേശിച്ചതെന്ന് ഗവർണറും മുഖ്യമന്ത്രിക്കുള്ള അധികാരം പ്രയോഗിച്ചെന്ന് മന്ത്രിമാരും വാദിച്ചു. സുപ്രീം കോടതി വിധിയിൽ പ്രയോറിറ്റി നിശ്ചയിക്കാനുള്ള അധികാരം ഉള്ളത് മുഖ്യമന്ത്രിക്കാണ്. എന്നാൽ സുപ്രീം കോടതി വിധിയിൽ മുഖ്യമന്ത്രിക്ക് ആ പാനലിൽ തന്നെ ഏതെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ അത് ചാൻസലറുടെ ശ്രദ്ധയിൽപ്പെടുത്താം. സാങ്കേതിക സർവകലാശാല VC സ്ഥാനത്തേക്ക് താൻ നിർദ്ദേശിച്ച ഡോക്ടർ സിസ തോമസ് മിടുക്കിയാണെന്ന് സംസ്ഥാന സർക്കാരിന്റെ തന്നെ പ്രവർത്തികൾ തെളിയിക്കുന്നുവെന്നാണ് ഗവർണറുടെ വാദം. അതേസമയം മുഖ്യമന്ത്രി ഡിജിറ്റൽ സർവകലാശാല VC സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ച ഡോക്ടർ സജി ഗോപിനാഥിനോടുള്ള എതിർപ്പ് ഗവർണർ മന്ത്രിമാർക്ക് മുന്നിൽ വിശദീകരിച്ചു. ഡോക്ടർ സിസ തോമസിനെ എതിർക്കുന്ന സംസ്ഥാന സർക്കാരാണ് അവരെ ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് CEO നിയമന കമ്മിറ്റി അംഗമാക്കിയത്. K-സ്പേസ്, ഇഗ്ഫോസ്, K-ഫോൺ എന്നിവയിൽ നേതൃനിരയിൽ അവരുണ്ടായിരുന്നു. ടൂറിസം വകുപ്പിന് വേണ്ടിയുള്ള ഡിജിറ്റൽ പോർട്ടൽ തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ സിസ തോമസിനെ അംഗമാക്കി. സിസ തോമസിനെ സർക്കാർ IT വകുപ്പിന്റെ സാങ്കേതിക ഉപദേശക കമ്മിറ്റി അംഗമാക്കി. നയരൂപീകരണ ഉപദേശക കമ്മിറ്റികൾ ഉൾപ്പെടുത്തിയതും സർക്കാരാണെന്ന് ഗവർണർ വാദിച്ചു. ഡിജിറ്റൽ സർവകലാശാല VC ആയി സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച സജി ഗോപിനാഥിനോടുള്ള എതിർപ്പ് മുഖ്യമന്ത്രിക്ക് രേഖകളടക്കം നൽകിയിട്ടുണ്ടെന്ന് ഗവർണർ മന്ത്രിമാരെ ധരിപ്പിച്ചു. അത് താൻ പരസ്യമായി പറഞ്ഞിട്ടില്ല, കോടതിയിലും പറഞ്ഞിട്ടില്ല. സജി ഗോപിനാഥിനോടുള്ള എതിർപ്പ് രാഷ്ട്രീയവൽക്കരിക്കാൻ താല്പര്യമില്ലെന്നാണ് ഗവർണറുടെ നിലപാട്. അതേസമയം ഡോക്ടർ സിസ തോമസിന് സ്ഥാനങ്ങൾ നൽകിയതിനെ സർക്കാർ ന്യായീകരിച്ചു. ചാൻസലറുമായി ചർച്ച ചെയ്യുന്നു. അത്തരം കാര്യങ്ങൾ സമവായത്തോടുകൂടി പോകാനാണ് സർക്കാർ എപ്പോഴും ശ്രമിക്കുന്നത്. ചുരുക്കത്തിൽ ഗവർണറും മന്ത്രിമാരും നടത്തിയ ചർച്ചയിൽ മഞ്ഞൊരുക്കിയിട്ടില്ല. ചർച്ചയുടെ വിശദാംശങ്ങൾ മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുന്നതിനെ കുറിച്ച് മന്ത്രിമാർ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിയല്ലേ ലോക് ഭവനിലേക്ക് വരേണ്ടതെന്ന് ഗവർണർ ചോദിക്കുകയും ചെയ്തു. സമവായം ഉണ്ടായില്ല എന്ന വിഷയം ഇനി സുപ്രീം കോടതിയിൽ വരുമ്പോൾ സുപ്രീം കോടതി തന്നെ നേരിട്ട് VC നിയമനം നടത്താനുള്ള സാധ്യതയുമേറി. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.